കപ്പയും ഇറച്ചിയും. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ഏഷ്യാഡ് എന്ന് പറയും. ഏഷ്യാഡ് എന്ന് പറയാനുള്ള കാരണം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഏഷ്യാഡ് നടന്നത് എനിക്ക് തോന്നുന്നത് 1980-കളിലാണ്. 80, 82, 84 സമയങ്ങളിലാണ്. ആ സമയത്താണ് ഇതുപോലെ കപ്പയും ഇറച്ചിയുമെല്ലാം നാട്ടിലൊക്കെ പോപ്പുലറാകുന്നത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ നാട്ടുകാരനായിട്ടുള്ള ഒരു തട്ടുകടക്കാരൻ, അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ഏഷ്യാഡ് ആൻ്റണി എന്നാണ്. ആ പേര് തന്നെ പുള്ളി ഫേമസായി. ഇപ്പോഴും ആൾ നാട്ടിലുണ്ട്, കോതമംഗലത്തുണ്ട്. പുള്ളി ഇട്ട പേരാണ് ഏഷ്യാഡ്. പുള്ളിയുടെ തട്ടുകടയിൽ വളരെ ഫേമസ് ആയിട്ട് പുള്ളി വിറ്റുകൊണ്ടിരുന്ന ഒരു വിഭവമാണ് ഈ കപ്പയും ഇറച്ചിയും, അതായത് എല്ലും കപ്പ. അതിനാണ് ഏഷ്യാഡ് എന്ന് വിളിക്കുന്നത്. പലർക്കും അറിയില്ല എന്തുകൊണ്ടാണിത് ഏഷ്യാഡ് എന്ന് വിളിക്കുന്നത്. ആ സമയത്താണ് 80-കളിലാണ് ഈ സാധനം പോപ്പുലറായത്. ഇന്ത്യയിൽ നടന്ന ഏഷ്യാഡോട് കൂടിയാണ്, ഏഷ്യാഡ് എന്നുള്ള കായിക മാമ്പാങ്കത്തോടു കൂടിയാണ് ഇത് വളരെ പോപ്പുലറായത്. അതുകൊണ്ടാണ് ഇതിനെ ഏഷ്യാഡ് എന്ന് വിളിക്കുന്നത്. പല നാട്ടിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. മെയിനായിട്ട് കപ്പയും കപ്പയുടെ കൂടെ എല്ലും നെയ്യുള്ള ഇറച്ചിയും എല്ലാം ഇട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നല്ല രുചിയുള്ളൊരു വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.